ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ളത് സ്മാർട്ട് ഫോണിൻ്റെ കവറാണ്. നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കിട്ടുന്ന ഈ ഒരു ബോക്സാണ്. പക്ഷേ ഞാൻ അതിലൊക്കെ ഫുള്ള് പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു മോഡലാക്കിയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഒരു സംഭവത്തെ നമ്മൾ റീസൈക്കിൾ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ചുറ്റും ബൾബ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെടുത്തിരിക്കുന്നത് ഇത് സ്മാർട്ട് ഫോണിൻ്റെ ഒരു ബാക്ക് കവറാണ്. നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് കവറാണ് എടുക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ലേബൽ എഴുതിയത്, അതേപോലെ തന്നെ ഈ സ്റ്റിക്കർ, അതേപോലത്തുള്ള മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫാബ്രിക് പെയിന്റ് കൊണ്ട്, ഞാനെടുത്തിരിക്കുന്ന വൈറ്റ് ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ആ കളർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് പൊതിയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനെടുത്തിരിക്കുന്നത് ഇതേപോലത്തുള്ള LED സ്ട്രിപ്പാണ്. ഇത് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കടയിലും അതേപോലെ തന്നെ സാധാ സ്റ്റേഷനറി കടയിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സാധാ വൈറ്റ് LED ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നിറത്തിലുള്ള LED വേണമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ക്ലിപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു ബോർഡ് ഫുള്ളും വൈറ്റ് കളർ അടിച്ചിട്ട് ഫുള്ളും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സാധനത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ചുറ്റുമായിട്ട്, അതായത് ഇങ്ങനെ ഒരു റൗണ്ട് രീതിയിൽ ഇതിന് ചുറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇതിന് മീറ്ററിന് 40 രൂപ മാത്രമേ വരുന്നുള്ളൂ. എൻ്റെ ഇത് ഒരു 1.5 മീറ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിതെടുത്തു. ഇതെൻ്റെ അവസാനത്തെ റോളായതുകൊണ്ടാണ് എനിക്ക് അവസാനം 2 ഇത് വരുന്നത്, അതായത് 2 കണക്ഷൻ വരുന്നത്. നിങ്ങൾ 1 മീറ്റർ കണക്ക് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതൊരു കണക്ഷൻ വരാൻ സാധ്യത കുറവാണ്. കാരണം ഇത് അവസാനത്തെ പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബാക്കിൽ ഡബിൾ ടാപ്പാണ്. ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ ഒന്ന് നിങ്ങൾക്ക് എളുത്തിയാൽ നിങ്ങൾക്ക് ഏത് പ്രതലത്തിലാണ് ഒട്ടിക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു ഡബിൾ സ്റ്റിക്കറാണ്. അതിനുശേഷം അത് അതിനുശേഷം ഇവിടെ തൊട്ട് ഒട്ടിക്കാം. ഏകദേശം കുറച്ച് താത്തി ഒട്ടിക്കാം, കാരണം നമുക്ക് ഒരു റോ കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് ചെരിച്ച് ഒട്ടിക്കാം. അതിനുശേഷം അവിടെ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ അവിടെ നിന്ന് നല്ലോണം ഒട്ടി പിടിക്കും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗമ്മാണ്, അതുകൊണ്ടാണ് നല്ലോണം ഒട്ടും അത് പെട്ടെന്ന്. അതിനുശേഷം രണ്ടാമത്തെ റോ നമുക്ക് തുടങ്ങാം. കറക്റ്റ് ഇവിടത്തേക്കാകുമ്പോൾ അവസാനിച്ചു. 2 റോ പകുതിയായി എന്ന് വേണം പറയാം. അപ്പോൾ നമുക്കിവിടെ അവസാനിച്ചു. അതിനുശേഷം നമുക്ക് വയർ കണക്ഷൻ കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് തന്നെ എടുക്കണം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏതാണ് ഒരു ബോക്സ് എടുക്കാൻ പറ്റുന്നത് ആ ഒരു ബോക്സ് എടുക്കാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ബോക്സ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് 12 വാട്ടിലേക്ക് കൊടുക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് 12 വാട്ടിലേക്ക് കൊടുക്കുകയാണ്. അതിന് വേണ്ടി ഞാനൊരു വയറിന് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 2 വയറിന് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ബ്ലാക്കും റെഡും കോമ്പിനേഷനുള്ള ഒരു വയർ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വൈറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കെട്ട് കൊടുത്തത് ബ്ലാക്കാണ്. അപ്പം എൻ്റെ കയ്യിൽ ഒരു 12 വാട്ടിൻ്റെ ബാറ്ററിയാണുള്ളത്. നിങ്ങൾക്ക് 12 വാട്ട് ബാറ്ററി ഇല്ലെങ്കിലും 12 വാട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടാവും. അതായത് നിങ്ങൾ സാധാരണ DVD ഒക്കെ വർക്ക് ചെയ്യുന്ന അഡാപ്റ്റർ, അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അഡാപ്റ്റർ വാങ്ങിക്കാറുണ്ട് 12 വാട്ടിൻ്റെ. ആ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ നടത്താവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അതിനുശേഷം ഞാനിതൊന്ന് കണക്ട് ചെയ്യാണ്.
അതിനുശേഷം ഈ രണ്ട് അറ്റത്തിൽ ഇത് നെഗറ്റീവാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരു കെട്ടിട്ടുള്ളത് കൊണ്ട്. അതിനുശേഷം ഇതിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്തു, പോസിറ്റീവ് കണക്ട് ചെയ്തു. നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ നടുവിൽ വേണമെങ്കിൽ ഒരു ബാറ്ററി കൊടുക്കാം, ഒരു സ്വിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്വിച്ച് കൊടുക്കുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഡയറക്റ്റായിട്ട് എനിക്കൊരു ക്ലിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ക്ലിപ്പ് ഊരിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് കൊടുക്കാത്തത്. നല്ല രീതിയിൽ തന്നെ പ്രകാശിക്കുന്നുണ്ട്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.